എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ വിവിധ വകുപ്പുകളിൽ സ്ഥിരജോലി അവസരമുണ്ട്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസൊന്നുമില്ല. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തേത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ശമ്പളം ലഭിക്കുന്നത് 39,500 മുതൽ 83,000 വരെയാണ്. കാറ്റഗറി നമ്പർ 357/2025 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഇൻ സിവിൽ ഓർ കെമിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അടുത്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ്, MMV. ശമ്പളം 37,400 മുതൽ 79,000 വരെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത് കാറ്റഗറി നമ്പർ 359/2025 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 years ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ഇതാണ് യോഗ്യത വരുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറാണ് തസ്തിക വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ശമ്പള സ്കെയിൽ 27,900 മുതൽ 63,700 വരെയാണ്. ഈ തസ്തികയിലേക്ക് ഫീമെയിൽസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. കാറ്റഗറി നമ്പർ 360/2025. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. വേറെ യോഗ്യതയൊന്നും ആവശ്യമില്ല. അടുത്തത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. തസ്തികയുടെ പേര് ട്രാഫിക് സൂപ്രണ്ടൻ്റ് ആണ്. ശമ്പളം 14,620 മുതൽ 25,280 വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി സബ്ജക്റ്റ്, എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. കൂടാതെ 10ാം ക്ലാസ്സിലോ +2നോ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിട്ടുണ്ടായിരിക്കണം. കൂടാതെ 2 year എക്സ്പീരിയൻസ് ആവശ്യമാണ് ഫ്രം എനി രജിസ്റ്റേർഡ് ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട് ഫോം ഇൻ ദ ഫീൽഡ് ഓഫ് വെഹിക്കുലർ ട്രാഫിക് കൺട്രോൾ ഓർ ഫ്രൈറ്റ് മൂവ്മെൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അടുത്ത പോസ്റ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. കാറ്റഗറി നമ്പർ 362/2025 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ NTC ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ് യോഗ്യത വേണ്ടത്. അടുത്തത് കേരള സർക്കാരിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കമ്പനികളിലും കോർപ്പറേഷനുകളിലും ബോർഡുകളിലുമാണ് വേക്കൻസി ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. തസ്തിക വരുന്നത് അക്കൗണ്ടൻറ്റ് ഓർ ജൂനിയർ അക്കൗണ്ടൻറ്റ് ഓർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ഓർ അക്കൗണ്ട്സ് ക്ലർക്ക് ഓർ അസിസ്റ്റൻറ്റ് മാനേജർ ഓർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BCom പാസ്സാണ്. BCom ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാറ്റഗറി നമ്പർ 363/2025. അടുത്തത് കാറ്റഗറി നമ്പർ 364/2025 ആണ്. തസ്തിക വരുന്നത് അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, സ്റ്റോർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനികളിലാണ് വേക്കൻസി ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ SC or ST, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് വേക്കൻസി ഉള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BCom പാസ്സാണ്. ഇത്രയും തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 15 ആണ്. ഒക്ടോബർ 15 മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക. ഇതുകൂടാതെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. കാറ്റഗറി നമ്പർ 269/2025 ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 3. കേരള ഹെൽത്ത് സർവീസസിലേക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.
35,600 മുതൽ 75,400 വരെയാണ് ശമ്പളം ഉള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം. സയൻസ് ആണ് വേണ്ടത്. കൂടാതെ 2 ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി പാസ്സായിരിക്കണം. ഈ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി 20 മുതൽ 36 വരെ. കാറ്റഗറി നമ്പർ 272/2025. അടുത്തത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ സിവിൽ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. യോഗ്യത വേണ്ടത് എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സും കൂടാതെ NTC സർട്ടിഫിക്കറ്റുമാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഈ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നീട് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് മീറ്റർ റീഡറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കെയിൽ ഓഫ് പേ 25,800 മുതൽ 59,300 വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വരെ. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇൻ പ്ലംബർ ട്രേഡാണ് വേണ്ടത്. കാറ്റഗറി നമ്പർ 279/2025. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കാർപ്പൻ്റർ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് പാസും കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ട്രേഡ് ഓഫ് കാർപ്പൻട്രിയുമാണ് ആവശ്യമുള്ളത്. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ തസ്തികകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ 3 ആണ്. അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.